ഹലോ പ്രിൻസിപ്പാണ്. വടക്കാഞ്ചേരി പെരുന്നാളാട്ടാ. ഞാൻ ലേഖാക്കണേ, ഞങ്ങൾ പോയോണ്ടിരിക്കാം. അപ്പോൾ വീഡിയോയിൽ വേണം. ഞാൻ ജോലി കഴിഞ്ഞിട്ട് നേരം വൈകിട്ടെത്താണ്. അപ്പോഴേക്കും പള്ളിയിലേക്ക് 50 സ്റ്റാർട്ട് ചെയ്തിട്ടാ. എന്നിട്ട് പകുതി വഴിച്ചിട്ടാണ് ഞാൻ കയറിയത്. അപ്പോഴാണ് കണ്ടത് ആ കണ്ണട വെച്ച് ഡാൻസ് കളിക്കുന്നതിൻ്റെ മേമയുടെ മോനാട്ടാ. പിന്നെ ബാൻഡ് സെറ്റ് രാഗദീപ് പറഞ്ഞിട്ടാ. രാഗദീപിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കിഡിലൻ ടീമല്ലേ. അപ്പോഴാണ്ട് ഒരു കാഴ്ച ഉണ്ട്. അപ്പനെ തോളത്തിരുന്നിട്ട് പെരുന്നാളാണ് കുഞ്ഞാവുക. ഇതൊക്കെ ഒരു ഭാഗ്യട്ടാ, അപ്പനെ തോളത്തിരുന്നിട്ട് പെരുന്നാളെ കാണുമെന്ന് പറയുമ്പോൾ. അത്യാവശ്യം തിരക്കുണ്ടാ രാഗദീപത്തിൻ്റെ ഒപ്പം. എൻ്റെ മേമയുടെ കൂടെ പാർലിക്കാരാണേ, അവർ വടക്കാഞ്ചേരിയുടെയൊക്കെ. തേരുണ്ടാ, തേര് നൈസായിട്ടാ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്നിട്ട് ഗംഭീര വായന വായിക്കുന്നുണ്ടാ. കാരണം കുറച്ചേരം കഴിഞ്ഞ് പള്ളി എത്തി. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ അവർ ഒരു കലക്കുണ്ട് അവർ. ബാൻഡിസിൻ്റെ മുന്നിൽ ചാടിയിട്ട് ഒരു ലോഡ് പിള്ളേരുണ്ടാ. വടക്കാഞ്ചേരി മാത്രമാവില്ല കേട്ടാ, ബന്ധുക്കാരും അവരവരൊക്കെ ഉണ്ടാവും. ഗംഭീര ആൾക്കൂട്ടം തന്നെ ഉണ്ട് കേട്ടാ പള്ളിയെത്താറൊക്കെ മുമ്പ്. കണ്ടാ പള്ളി എത്താറേട്ടാ. ക്യാപ്റ്റൻ വരാന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ കാത്ത് വെക്കുക. ഇത് കണ്ടിട്ട് ചാടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ വീഡിയോ എടുക്കണ്ടേ. പള്ളി എത്തനൊക്കെ മുന്നേ ഈ ചേട്ടൻ ഗംഭീര വാറാക്കുന്നുണ്ട് പിള്ളേരെയും അവിടെ ചാടണം എല്ലാവരും. ഇനി അങ്ങനെ പള്ളി എത്തി. ബാൻഡ് സെറ്റുകാർ സ്റ്റേജിൽ കയറി. എല്ലാവരും ഫ്രണ്ടിൽ നിരന്നു കേട്ടാ, ചാട്ടി മറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്യാപ്റ്റനും അനിയന്മാർ വന്നിട്ടാ. പിന്നെ ഒന്നും നോക്കിയില്ല, അതുവരെ പിടിച്ച് നിന്ന് ഞാൻ സ്റ്റെപ്പ് ഇട്ട് തുടങ്ങി. ക്യാപ്റ്റൻ പിള്ളേർ വന്നപ്പോൾ പെട്ടെന്ന് ബാൻഡ് സെറ്റ് കഴിഞ്ഞ പോലെ കേട്ടാ. ഞങ്ങൾക്ക് ആകെ വിഷമായി. മനസ്സിലാ മനസ്സോടെ അവിടെ നിന്ന് പടി ഇറങ്ങിയിട്ടാ. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.